ഒരു രാത്രി ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക രാജ്യങ്ങളിലൊന്നായ അമേരിക്കയുടെ ആകാശത്ത് റഡാറിൽ ഒരു വസ്തു പ്രത്യക്ഷപ്പെട്ടു. അത് വിമാനമല്ല, ഡ്രോണല്ല, മിസൈലുമല്ല. അത് ഭൗതിക ശാസ്ത്ര നിയമങ്ങൾ പോലും അനുസരിക്കാത്ത ഒരു വസ്തു. വേഗം മനുഷ്യൻ നിർമ്മിച്ച ഏതൊരു യന്ത്രത്തെക്കാളും കൂടുതലായിരുന്നു. ദിശ ഒരു നിമിഷത്തിൽ മാറി, ശബ്ദവുമില്ല. അന്നേ ദിവസം മുതൽ ഒരു ചോദ്യം ലോകത്തെ പിന്തുടരുന്നു: നമ്മൾ ഭൂമിയിൽ ഒറ്റയ്ക്കാണോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകത്തിലെ വലിയ സർക്കാരുകൾ ഒരിക്കൽ പരിഹസിച്ചിരുന്ന ഒരു വിഷയം ഇന്ന് തുറന്ന് സംസാരിക്കാൻ തുടങ്ങി: UFO. മുൻപ് ഇത് പറഞ്ഞാൽ ആളുകൾ ചിരിച്ചു കൊല്ലും. ഇന്ന് പൈലറ്റുകൾ, സൈനിക ഉദ്യോഗസ്ഥർ, രഹസ്യ ഏജൻസികൾ എല്ലാം സമ്മതിക്കുന്നു. എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് മറയ്ക്കാൻ കഴിയാത്ത തെളിവുകൾ പുറത്തു വരാൻ തുടങ്ങി. 1947 അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലെ ഒരു ചെറിയ പട്ടണം റോസ്വെൽ ഒരു വസ്തു ആകാശത്ത് നിന്ന് വീണു. സർക്കാർ ആദ്യം പറഞ്ഞു ഇതൊരു ഫ്ലൈയിങ് ഡിസ്ക് ആണ്. അടുത്ത ദിവസം തന്നെ അവർ പ്രസ്താവന മാറ്റി, ഇത് വെതർ ബലൂൺ മാത്രം. എന്തുകൊണ്ട്? ആ ദിവസം മുതൽ റോസ്വെൽ ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യമായി മാറി. പ്രാദേശികർ പറഞ്ഞു അവർ വിചിത്രമായ ലോഹ കഷ്ണങ്ങൾ കണ്ടു. മടക്കിയാൽ വീണ്ടും പഴയ രൂപത്തിലേക്ക് മടങ്ങുന്ന മെറ്റൽ. സൈന്യം സ്ഥലമടഞ്ഞു, സാക്ഷികളെ മിണ്ടാതാക്കി. ഇത് വെറും അപകടമോ അല്ലെങ്കിൽ ആദ്യ ഏലിയൻ കോണ്ടാക്റ്റാണോ? 1960 മുതൽ 1990 വരെ അമേരിക്കൻ എയർഫോഴ്സ് ഒരു രഹസ്യ പ്രോഗ്രാം നടത്തി, പ്രൊജക്റ്റ് ബ്ലൂ ബുക്ക്. 12,000-ലധികം UFO സൈറ്റിങ്സ് പരിശോധിച്ചു. അവയിൽ പലതും എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ 100 കണക്കിന് കേസുകൾ അൺനോൺ ആയത്. സർക്കാർ തന്നെ പറഞ്ഞു ഇതെന്താണെന്ന് ഞങ്ങൾക്കറിയില്ലെന്ന്. ഇതിലേറെ ഭയപ്പെടുത്തുന്ന സംഭവം 2004 പസഫിക് ഓഷ്യൻ. US നേവി ഫൈറ്റർ പൈലറ്റ്സ് ട്രെയിനിങ് മിഷൻ. കമാൻഡർ ഡേവിഡ് ഫ്രാവോർ എന്ന പൈലറ്റ് ആകാശത്ത് കണ്ടത് ഒരു ടിക് ടാക് ഷേപ്പ് കിപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ്. ചിറകുകളില്ല, എഞ്ചിനില്ല, പുകയില്ല. പക്ഷേ മനുഷ്യ വിമാനം എടുക്കുന്ന സമയമില്ലാതെ മിനിറ്റുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്തു. റഡാർ സ്ഥിരീകരിച്ചു, വീഡിയോ റെക്കോർഡ് ചെയ്തു. പൈലറ്റ് പിന്നീട് പറഞ്ഞു, ഞാൻ കണ്ടത് മനുഷ്യ ടെക്നോളജി ഒന്നുമല്ല. ഇവിടെ നിന്നാണ് കഥ മാറുന്നത്. 2020 അമേരിക്കൻ പെൻറ്റഗൺ ഔദ്യോഗികമായി 3 UFO വീഡിയോകൾ പുറത്തുവിട്ടു. അവർ പുതിയ പേര് ഉപയോഗിച്ചു: UAP, അൺഐഡൻറ്റിഫൈഡ് ഏരിയൽ ഫിനോമിന. അവർ UFO എന്ന വാക്ക് പോലും ഒഴിവാക്കി. കാരണം അത് തമാശയല്ലെന്ന് ലോകം മനസ്സിലാക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു വലിയ ചോദ്യം: എന്തുകൊണ്ട് സർക്കാരുകൾ പെട്ടെന്ന് തുറന്ന് സംസാരിക്കുന്നു? 2 സാധ്യതകൾ. 1, അവർ സത്യം പറയാൻ തീരുമാനിച്ചു. 2, സത്യം മറയ്ക്കാൻ ഇനി കഴിയുന്നില്ലെന്നാണ്. മുൻ രഹസ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഭൂമിയിൽ വീണ ചില ഒബ്ജക്റ്റ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തു. അത് മനുഷ്യ ടെക്നോളജി വളർച്ച വേഗത്തിലാക്കി. ചില കോൺസ്പിറസി തിയറിസ്റ്റ് പറയുന്നത് മൈക്രോ ചിപ്പ് റവല്യൂഷൻ പോലും ഏലിയൻ ടെക്നോളജി ഇൻഫ്ലുവൻസ് ആണെന്ന്. നമ്മൾ അറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, സർക്കാർ എല്ലാം പറയുന്നില്ല. ഏരിയ 51 ലോകത്തിലെ ഏറ്റവും രഹസ്യമായ സൈനിക കേന്ദ്രം. ഗൂഗിൾ മാപ്പിൽ പോലും ബ്ലർ ചെയ്തിരിക്കുന്ന സ്ഥലം. പല വർഷം സർക്കാർ അതിൻ്റെ എക്സിസ്റ്റൻസ് തന്നെ പരിശോധിച്ചു. പിന്നീട് അവർ സമ്മതിച്ചു. എന്തിനാണ് ഇത്ര സീക്രസി? പഴയ ജീവനക്കാർ അറിഞ്ഞത്. അവിടെ സാധാരണ വിമാനങ്ങൾ പരീക്ഷിച്ചില്ല. അവിടെ വന്നത് മറ്റൊന്നായിരുന്നു. ഇനി മറ്റൊരു ഭാഗം അസ്ട്രോണട്സ്. നാസയിൽ ജോലി ചെയ്ത ചിലർ അൺഒഫീഷ്യൽ ഇൻ്റർവ്യൂസിൽ പറഞ്ഞു സ്പേസ് മിഷൻസ് സമയത്ത് അൺഎക്സ്പ്ലെയിൻഡ് ഒബ്ജക്റ്റ് പലതാണ് കണ്ടുവെന്ന്. ചില ട്രാൻസ്മിഷൻ പബ്ലിക് റിലീസ് ചെയ്യാത്തതും ആരോപണത്തിന് വിധേയമായിട്ടുണ്ട്. മൂൺ ലാൻഡിംഗ് ഫുട്ടേജിൽ ചില ഭാഗങ്ങൾ കട്ട് ചെയ്തുവെന്ന് ചിലർ വിശ്വസിക്കുന്നു. കാരണം ചന്ദ്രനിൽ നമ്മൾ ഒറ്റയ്ക്കായിരുന്നില്ലെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, ഏലിയൻ ഉണ്ടെങ്കിൽ അവർ നേരിട്ട് വന്നിട്ടില്ലേ? അതിൽ 3 തിയറികളുണ്ട്. അവർ നമ്മെ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളത് 1, മനുഷ്യൻ്റെ സിവിലൈസേഷൻ റെഡിയല്ല എന്നത് 2, അവർ ഇതിനകം ഇവിടെ ഉണ്ട് എന്നത് 3. അതെ, ചില ഗവേഷകർ പറയുന്നു UFO സൈറ്റിങ്സ് കൂടുതലായി ന്യൂക്ലിയർ ബേസസ് സമീപത്താണ്
നടക്കുന്നതെന്ന്. അതായത് അവർ മനുഷ്യരുടെ ഏറ്റവും അപകടകരമായ ആയുധങ്ങളെ നിരീക്ഷിക്കുകയാണോ എന്നുള്ളതാണ്. ഇപ്പോൾ ലോകരാഷ്ട്രീയവും ഇതിലേക്ക് കടക്കുന്നു. അമേരിക്ക, റഷ്യ, ചൈന എല്ലാവരും പുതിയ സ്പേസ് മിലിറ്ററി പ്രോഗ്രാംസ് ആരംഭിച്ചു. സ്പേസ് ഫോഴ്സ് പോലും രൂപീകരിച്ചു. എന്തിന്? ശത്രു രാജ്യങ്ങൾക്കായി മാത്രം, അല്ലെങ്കിൽ അറിയാത്ത മറ്റൊരു ശക്തിക്കായി. 2023-25 വരെ US കോൺഗ്രസ് ഹിയറിംഗിൽ വിസ്റ്റിൽ ബ്ലോവേഴ്സ് പറഞ്ഞു, സർക്കാരിന് ഏലിയൻ ക്രാഫ്റ്റ് പൊസഷൻ ഉണ്ടാകാം, നോൺ ഹ്യൂമൻ ബയോളജിക്കൽ മെറ്റീരിയൽസ് വരെ ഉണ്ടായിരിക്കാമെന്ന ആരോപണവും ഉണ്ടായി. ഇത് സിനിമയല്ല, ഇത് ഔദ്യോഗിക ഹിയറിംഗ്. ലോകം ഞെട്ടി. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ ട്വിസ്റ്റ്, ശാസ്ത്രജ്ഞർ ഇപ്പോഴും പറയുന്നത് ഏലിയൻ ലൈഫ് കണ്ടെത്താൻ നമുക്ക് സ്പേസ് ട്രാവൽ വേണ്ട പോലും. കാരണം യൂണിവേഴ്സിൽ ബില്യൺസ് ഓഫ് ഗാലക്സീസ് ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ മാത്രം ജീവനുള്ള ഗ്രഹം ആയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ചോദ്യം മാറുന്നു, ഏലിയൻ ഉണ്ടോ എന്നല്ല, അവർ എവിടെയാണ് എന്നുള്ളതാണ്. ഫെർമി പാരഡോക്സ്, യൂണിവേഴ്സ് ഇത്ര വലുതാണ്, അപ്പോൾ എന്തുകൊണ്ട് ആരും നമ്മളെ ഓപ്പൺലി കോണ്ടാക്ട് ചെയ്തിട്ടില്ല? ഇപ്പോൾ തിയറി പറയുന്നു അഡ്വാൻസ്ഡ് സിവിലൈസേഷൻസ് സ്വയം രക്ഷിക്കുന്നു. മറ്റൊരു തിയറി, അവർ നമ്മെ അനിമൽസ് പോലെ ഒബ്സർവ് ചെയ്യുന്നു, നമ്മൾ ഇവോൾവ് ചെയ്യുന്നത് വരെ. ഇപ്പോൾ ഒരു വിചിത്ര കാര്യം, UFO സൈറ്റിങ്സ് ലോകമെമ്പാടും വർദ്ധിക്കുന്നു. പഴയകാലത്ത് ഫ്യൂ വിറ്റ്നസ്സസ് മാത്രം. ഇന്ന് മൊബൈൽ ക്യാമറാസ്, സാറ്റലൈറ്റ് ട്രാക്കിംഗ്, AI അനാലിസിസ് മറയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ചിലർ വിശ്വസിക്കുന്നത് ഗവൺമെൻറ് ഡിസ്ക്ലോഷർ സ്ലോലി നടക്കുകയാണ്. പെട്ടെന്ന് ട്രൂത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ പാനിക് ഉണ്ടാകും. അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുന്നു. ആദ്യം UFO എക്സിസ്റ്റ് ഉണ്ടെന്നും പിന്നീട് അക്നോൺ ടെക്നോളജി ആണെന്നും അടുത്തത് നോൺ ഹ്യൂമൻ ഇൻ്റലിജൻസ്, അവസാനം കോണ്ടാക്റ്റ് ചെയ്യാൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഹോളിവുഡ് സിനിമകൾ വർഷങ്ങളായി ഏലിയൻ കോൺസെപ്റ്റ് മനുഷ്യ മനസ്സിൽ നോർമലാക്കി. ഇൻഡിപെൻഡൻസ് ഡേ, ഇൻഡർസ്റ്റെല്ലേഴ്സ്, അറൈവൽ, ഇത് കോയിൻസിഡൻസ് ആണോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഓപ്പറേഷൻസ് ആണോ? ഒരു രഹസ്യ ഹൈപ്പോത്തിസിസ് ഉണ്ട്. ഏലിയൻ സിവിലൈസേഷൻ നമ്മെ ഒബ്സർവ് ചെയ്യുന്നത് മാത്രമല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡെവലപ്മെൻറ്റ് പോലും മോണിറ്ററിങ് ചെയ്യുന്നു. കാരണം AI ആണ് മനുഷ്യരെ അടുത്ത എവല്യൂഷണറി സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഏലിയൻ കോണ്ടാക്ട് ടെക്നോളജി വഴി ഉണ്ടാകുമോ? സ്പേസ് ഷിപ്പിൽ അല്ല, സിഗ്നൽ വഴി. സെറ്റി പ്രോജക്റ്റ് വർഷങ്ങളായി സ്പേസ് സിഗ്നൽസ് കേൾക്കുന്നു. ഇപ്പോൾ AI ഉപയോഗിച്ച് അൺനോൺ പാറ്റേൺസ് കണ്ടെത്തുന്നു. ചില അൺഎക്സ്പ്ലെയിൻഡ് സിഗ്നൽ ഇന്നും ഡീകോഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ചില്ലിങ് പോസിബിലിറ്റി, ഏലിയൻ ഇൻ്റലിജൻസ് ഫിസിക്കൽ ബോഡി ആവശ്യമില്ല എന്നുള്ളതാണ്. അവർ എനർജി ഫോം ആയിരിക്കാം, ഡൈമെൻഷൻ നമ്മൾ കാണാത്തത്. അതിനാൽ UFO സഡൻ അപ്പിയറൻസ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ചില ഫിസിസിസ്റ്റ് പറയുന്നു. ക്വാണ്ടം ഫിസിക്സ് പോലും ഇപ്പോൾ റേഞ്ച് റിയാലിറ്റി കാണിക്കുക. മൾട്ടിപ്പിൾ ഡയമെൻഷൻസ്, ടൈം ബെൻഡിങ്, ഇൻസ്റ്റൻ്റ് ട്രാവൽ പോസിബിലിറ്റി. ഇത് സയൻസ് ഫിക്ഷൻ അല്ല, സയൻറ്റിഫിക് ഡിസ്കഷൻ. അപ്പോൾ നമ്മൾ UFO കാണുമ്പോൾ അത് മറ്റൊരു ഗ്രഹത്തിൽ നിന്നുള്ള യാത്രക്കാരനാണ്, അല്ലെങ്കിൽ മറ്റൊരു ഡയമെൻഷൻ സിസ്റ്റർ. ഇവിടെ മനുഷ്യ ചരിത്രം വീണ്ടും പരിശോധിക്കണം. പുരാതന ഗുഹാചിത്രങ്ങൾ, ആകാശത്ത് നിന്ന് ഇറങ്ങുന്ന ബീയിങ്സ്, ഇന്ത്യൻ, ഈജിപ്ഷ്യൻ, മായൻ സംസ്കാരങ്ങൾ, എല്ലായിടത്തും സ്കൈ ഗോഡ്സ് കഥകൾ. അവ ദൈവങ്ങളോ അല്ലെങ്കിൽ ആൻഷ്യൻ്റ് ഏലിയൻസ് വിസിറ്റേഴ്സോ? ചരിത്രം മുഴുവൻ ഒരു ഹിഡൻ പാറ്റേൺ ഉണ്ടെങ്കിൽ മനുഷ്യ സിവിലൈസേഷൻ ഗൈഡ് ചെയ്ത ഒരു അൺനോൺ ഇൻ്റലിജൻസ്. ഇന്ന് ലോകം ഒരു ടേണിംഗ് പോയിന്റിൽ ആണ്. AI റൈസ്, സ്പേസ് എക്സ്പ്ലോഷൻ, ഗവൺമെൻറ് ഡിസ്ക്ലോഷർ എല്ലാം ഒരേ സമയത്ത് നടക്കുന്നു. ഇത് റാൻഡമായിട്ടാണോ അല്ലെങ്കിൽ ഒരു വലിയ റിവീൽ അടുത്തിരിക്കുകയാണോ? ഒരു ദിവസം ലോകത്തെ എല്ലാ TV ചാനലുകളും ബ്രേക്കിംഗ് ന്യൂസ് വരുമെന്ന് ചിലർ വിശ്വസിക്കുന്നു. വി ആർ നോട്ട് എലോൺ, നമ്മൾ ഒറ്റയ്ക്കല്ല. അന്ന് മനുഷ്യചരിത്രം 2 ഭാഗമാകും, ബിഫോർ കോണ്ടാക്ട്, ആഫ്റ്റർ കോണ്ടാക്ട്. പക്ഷേ ഏറ്റവും വലിയ ചോദ്യം ഏലിയൻ വരുമോ എന്നല്ല, നമ്മൾ തയ്യാറാണോ എന്നാണ്. മതം, രാഷ്ട്രീയം, സമൂഹം എല്ലാം മാറും. മനുഷ്യൻ ആദ്യമേ മനസ്സിലാക്കും, നമ്മുടെ യൂണിവേഴ്സിൽ സെൻറ്റർ അല്ല നമ്മൾ. ഇപ്പോൾ നിങ്ങൾ രാത്രിയിൽ ആകാശം നോക്കുമ്പോൾ ഒരു മൂവിങ് ലൈറ്റ് കണ്ടാൽ അത് സാറ്റലൈറ്റ് ആകാം, എയർക്രാഫ്റ്റ് ആകാം. പക്ഷേ ഒരുപക്ഷെ ആരും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കാം. ശാന്തമായി കാത്തുകൊണ്ട് മനുഷ്യൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നത് വരെ. അതാണ് UFO കഥകൾ വെറും കോൺസ്പിറൻസി അല്ല, അത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ചോദ്യത്തിൻ്റെ തുടക്കം ആണ്. നമ്മൾ ആരാണ്? എവിടെ നിന്നാണ് വന്നത്? ഇവിടെ നമ്മൾ മാത്രമാണ്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷത്തിൽ പോലും ഭൂമിയുടെ ആകാശത്ത് ഒരു അക്നോൺ ക്രാഫ്റ്റ് സൈലൻ്റിൽ സഞ്ചരിക്കുകയാണ്, നമ്മൾ അറിയാതെ. പക്ഷേ അവർ പറയുന്നു, കോസ്മിക് ഇടം ചാനലിലേക്ക് സ്വാഗതം. കാരണം സത്യങ്ങളെപ്പോഴും കണ്ണിന് മുന്നിലില്ല, അവ മറിഞ്ഞിരിക്കുന്നത് കോസ്മിക് ഇടനായി.